സുപ്രീം കോടതി ഒരു വിശേഷപ്പെട്ട കേസ് വന്നിട്ടുണ്ട്. ആ കേസിലെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം. രജിസ്ട്രേഷനുള്ള പാർട്ടികളാണല്ലോ നിയമപരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പൊ കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം, റദ്ദ് ചെയ്യണം. അതുപോലെ തന്നെ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഇവർ രണ്ടുപേർക്കുമെതിരെ കേസെടുക്കണം. കേസെടുത്തിട്ട് അന്വേഷണം നടത്തണം. ഈ അന്വേഷണം എന്ന് പറഞ്ഞാലേ വെറുതെ ആപ്പോളൊന്നും അന്വേഷിച്ചാൽ പോരാ. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ അതിന് നിയോഗിക്കണം. അതിന് വേണമെങ്കിൽ ED, CBI, NIA മുതലായ ഏജൻസികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാവാം. കേസിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് അതായിരിക്കാം. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇവർക്കെതിരായിട്ട് അന്വേഷണത്തിന് നിയോഗിക്കണം. അതാണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ ഒരു മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ അഗർവാൾ എന്ന് പറ്റുന്ന ഒരു മഹാനാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മല്ലികാർജുന ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ് അല്ലെങ്കിൽ കുറ്റം, അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് അവർക്കെതിരെ അന്വേഷണം നടത്തേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കേണ്ടത്? ഒരു സാധാരണ പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ അല്പ ക്ഷീണത്തിലാ, പ്രതിപക്ഷത്താ. എന്നാലും 199 അംഗങ്ങളുണ്ട് ഇപ്പോഴ് ലോക്സഭയില്. അത്ര മോശം പാർട്ടിയുമല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയാണ്. അത് RSSകാർ പോലും എതിർക്കുന്ന ഒരു സംഭവമല്ല. BJPക്കാർ പോലും അതിനെ എതിർത്ത് സംസാരിക്കുകയില്ല. സ്വാതന്ത്ര്യ സമരം നയിച്ച ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഒരു നടപടി കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. കാരണം ഇത്രയേ ഉള്ളൂ, ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തി, അതിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തി. അതൊരു വലിയ അങ്ങേയറ്റത്തെ തെറ്റാണ്, മഹാപാതകം, അതുപോലെങ്കിൽ അപരാധമാണ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാര്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഖ്യാതി പറയാറുണ്ട്. അതിന്റെ നടത്തിപ്പ് ഇവരുടെ കയ്യിലാ, ഈ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാ. തെരഞ്ഞെടുപ്പാണല്ലോ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ തന്നെ അടിസ്ഥാന ഘടകം എന്തുവാ? വോട്ടർ പട്ടികയാ. ആ വോട്ടർ പട്ടികയുടെ കസ്റ്റോഡിയൻ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഈ വോട്ട് മോഷണം നടന്നു, വോട്ട് ചോരി, അതായത് വോട്ട് കൊള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേപ്പടി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിച്ചു, അപകീർത്തിപ്പെടുത്തി, അവഹേളിച്ചു. അങ്ങനെ ഒരു പാർട്ടി, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോശക്കാരായി കാണുന്ന ഒരു പാർട്ടി, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വേണ്ടെന്നേ. ഇന്ത്യയിൽ അങ്ങനെ ഒരു പാർട്ടി വേണ്ട. അതാണ് അഗർവാൾ സാറിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരു അപേക്ഷ. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും അതിന്റെ 2 പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും ഏതെങ്കിലും ഒരു അന്വേഷണം നടത്തി പിടിച്ച് അകത്തിടണമെന്നും സാറ് പറയുന്നത്. രാഹുൽ ഗാന്ധി, അതുപോലെ തേജസ്വി യാദവ്, RJD നേതാവ് ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ, നേരത്തെ ബീഹാറില് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തില് ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് വോട്ടർ അധികാർ യാത്ര എന്ന പേരില് ഒരു വലിയൊരു ഒരു ജനകീയ കാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. ജനമുന്നേറ്റം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും മാത്രമല്ല, വേറെയും നേതാക്കളുണ്ട്. CPMLന്റെ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ, ഇവരൊക്കെ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക. ധാരാളം പേര് ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികവുറ്റ നേതാക്കളൊക്കെ വന്ന് ഈ ജാഥയില് അല്ലെങ്കിൽ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വന്നു, അദ്ദേഹത്തിന്റെ സഹോദരി കനിമൊഴി വന്നു, രാഹുൽ ഗാന്ധിയുടെ ഇളയ സഹോദരി പ്രിയങ്ക ഗാന്ധി വരുന്നു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വരുന്നു. ഇനിയിപ്പോ അഖിലേഷ് യാദവ് ഒക്കെ വരാൻ പോകും, 30-ാം തീയതിയൊക്കെ അദ്ദേഹം വരിക. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ജനമുന്നേറ്റം, ജനസാഗരം തീർത്തുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. ഗ്രാമാന്തരങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയെയും മറ്റും കാണാനായിട്ട് തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഒരു ജനകീയ മുന്നേറ്റം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത് ഈ 1-ാം തീയതി പട്നയിൽ ഒരു മഹാറാലിയോടുകൂടി സമാപിക്കുക. ഈ വോട്ടർ അധികാർ യാത്രയുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ അഗർവാൾ സാറ് ഇങ്ങനൊരു കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ്. അപ്പൊ ഈ BJP സംഘപരിവാർ, ഈ അവരുടെ കോട്ട കൊത്തളങ്ങളില് ഈ വോട്ടർ അധികാർ യാത്ര എന്തുമാത്രം പ്രകമ്പനം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവര് വരണ്ടിരിക്കുക, BJP അതുപോലെ NDA വരണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ അവർക്ക് ഭൂരിപക്ഷം ആലോചിക്കണം.
അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചത് വോട്ട് ചോരി കൊണ്ടാണ്, വോട്ട് മോഷ്ടിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ഒത്താശയോടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി, വോട്ടർമാരാകാൻ അവകാശമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി, അല്ലെങ്കിൽ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ BJPക്ക് അനുകൂലമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കി. ചുരുക്കം പറഞ്ഞാൽ വോട്ട് മോഷണം. അതിലൂടെയാണ് BJPയുടെ സഖ്യകക്ഷികളടങ്ങുന്ന NDA അധികാരത്തിൽ വന്നത് എന്ന് ഇപ്പൊ വ്യക്തമായിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തില് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് നടത്തിയ അന്വേഷണം, പഠനം, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണിത്. അപ്പം അവിടെ ഒരൊറ്റ മണ്ഡലത്തില് ഇതുപോലെയുള്ള ഒരു വോട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ്? അതാണ് വോട്ടർ അധികാർ യാത്ര മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഇന്ത്യ മഹാരാജ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയില്ല. അത് നമ്മൾ ഓർക്കണം. അവസാനം 2 ഉത്തരത്താങ്ങി പാർട്ടികൾ, ഒന്ന് GDPക്കൊക്കെ മനംമാറ്റം ഉണ്ടായി തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ചന്ദ്രബാബു നായിഡു കൊച്ചു സംഭാഷണങ്ങളൊക്കെ തുടങ്ങിയെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പാർട്ടി JDU, ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വോട്ടർ അധികാർ യാത്ര നടക്കുന്ന ബീഹാറിലെ പ്രധാനപ്പെട്ട പാർട്ടിയാ. അവരും BJPയും കൂടെ ചേർന്നാണ് അവിടുത്തെ സഖ്യം. 2-3 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരിക. തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് JDU BJPയുടെ കൂടെ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പറഞ്ഞല്ലോ, ഈ 2 ഉത്തരം താങ്ങി പാർട്ടികൾ അവരുടെ പിന്തുണ പിൻവലിച്ചാൽ തീരും ഈ 56 ഭരണം. അമിത്ഷാക്ക് പിന്നെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊക്കെ പിന്നിൽ ഈ വോട്ട് കൊള്ളയായിരുന്നു എന്നുള്ള ആരോപണമായിട്ട് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്താ? 2014 ആദ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഈ വോട്ട് കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പിൻബലത്തിൽ, ആ സഹായത്തോടെയാണ് BJP അധികാരത്തിൽ വന്നത് എന്നുള്ളത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് മറുപടി പറയാൻ ഇതുവരെ മോഡി അല്ലെങ്കിൽ അമിത്ഷാ തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ 100,000 പരിഹാസ വാക്കുകളുമായിട്ട് കോൺഗ്രസിനെതിരായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന 2 പേരാ ഇവര്. പാർലമെന്റിലാണേലും പുറത്താണേലും നരേന്ദ്രമോദിയും അമിത്ഷായും. ഇവർ 2 പേരും ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പൊ ഈ കേസ് ഒന്നാമത്. രണ്ടാമത്, ബീഹാറിൽ നിന്ന് കേൾക്കുന്ന ഒരു വർത്തമാനം ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് വൈദ്യുതി നിഷേധിക്കുന്നു എന്നുള്ളതാ. അവിടെ ഭരിക്കുന്നത് BJPയും JDUവും കൂടെ ചേർന്നാണല്ലോ. അപ്പൊ ഈ വൈദ്യുതി ബോർഡൊക്കെ അവരുടെ കയ്യിലാണല്ലോ, ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് പലയിടത്തും ഇവര് കറണ്ട്, വിദ്യുച്ഛക്തി നിഷേധിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാ? പേടിച്ചിട്ടാ. ഈ യാത്ര വിജയിക്കാൻ പാടില്ല. ഈ യാത്ര ബീഹാറിലെ ജനങ്ങളുടെ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഉള്ളിലേക്ക് പുതിയ ആശയങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ വോട്ടർ അധികാർ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇതുവരെയുള്ള ഒരു കാമ്പയിന്റെ സ്വഭാവമല്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര, അതിനൊക്കെ ശേഷം ഇതുപോലൊരു കാമ്പയിൻ ആദ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. കോൺഗ്രസിന് ഇപ്പൊ അവിടെ വളരെ സ്വാധീനം കുറവാണെന്നൊക്കെ പറയും. പക്ഷെ കോൺഗ്രസിന്റെ കൊടിയുമായിട്ട് 10,000-കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തേജസ്വി യാദവിനെയൊക്കെ കാണാൻ തടിച്ചുകൂടുന്നത്. ചെറിയ കാര്യമാണോ? അവിടെ ഭരിക്കുന്നത് JDUവിന്റെ നിയന്ത്രണത്തിൽ, BJPയുടെ നിയന്ത്രണത്തിലുള്ള ഭരണമാ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ NDA അല്ലെങ്കിൽ ഭരണകക്ഷികൾ, ബീഹാറിലെയും കേന്ദ്രത്തിലെയും ഭരണകക്ഷികൾ ഈ യാത്രയെ എത്രത്തോളം ഭീതിയോടുകൂടിയാണ് നോക്കുന്നത് എന്നുള്ളതാണ് ഈ വക സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴേ കേസ് കൊടുത്ത അഗർവാൾ സാറ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കേസ് കൊടുപ്പിച്ച ആളുകൾ, അവർ നോക്കുമ്പോൾ ഇത് എളുപ്പ മാർഗമല്ലയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അങ്ങ് ഇല്ലാതായാൽ, അവരുടെ രജിസ്ട്രേഷൻ അങ്ങ് റദ്ദാക്കിയാൽ പിന്നെ ആ പാർട്ടി ഇല്ലല്ലോ. ആ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും ഇല്ലല്ലോ. അവരുടെ അസാന്നിധ്യത്തിൽ അവര് രംഗത്തെ ഇല്ലാതെ വരുമ്പോൾ BJPക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പൊതു താല്പര്യ ഹർജിയിലൂടെ ഇവർ ഉന്നമിടുന്നത് നമ്മുടെ ഈ സംഘപരിവാറുകാര് ലക്ഷ്യമിടുന്നത്. അപ്പം ഇഷ്ടമില്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവരെ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തട്ടാം. 65 ലക്ഷം പേരെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്, വെട്ടി നിർത്തിയിരിക്കുന്നത്.
അതുപോലെ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആളുകളുടെ കള്ളവോട്ടുകൾ ചേർക്കാം ഇഷ്ടം പോലെ. അവിടെ 4 അസംബ്ലി മണ്ഡലങ്ങളിൽ ബീഹാറിൽ 80,000 പുതിയ വോട്ടർമാരെ, കള്ള വോട്ടർമാര്, അവർക്ക് വോട്ട് അവകാശമില്ല ആ മണ്ഡലത്തിലൊന്നും. വേറെ എവിടെയെങ്കിലൊക്കെ വോട്ടവകാശം ഉണ്ടാവും. ഈ 4 മണ്ഡലങ്ങളിൽ വോട്ടവകാശം ഇല്ലാത്ത 80,000 പേരെ ചേർത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ വേണമെങ്കിലും കാണിക്കാം ഈ വോട്ടർ പട്ടികയിൽ. അതായത് വോട്ടറുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCDEF അല്ലെ സെമിക്കോളൻ LKJ എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് ഓരോരുത്തരെ വോട്ടർ പട്ടികയെ കൊണ്ടുവരാം. പിന്നെ വീട്ടുപേരിന്റെ ആവശ്യമില്ല. വീട്ടുപേര് പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു മാർഗം, അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്. അപ്പൊ ഒരു രാമകൃഷ്ണ യാദവ് എന്ന് പറയുന്ന ഒരു വോട്ടറാണെന്ന് വിചാരിക്കുക. അയാൾ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ള വോട്ടറാ. അപ്പൊ എന്ത് ചെയ്യും? അയാൾക്ക് വീട്ടുപേരില്ലല്ലോ. 4 പേരെ അറിയുന്ന ഒരു വീട്ടുപേരുണ്ടെങ്കിലല്ലേ അത് ചേർക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? 000 വീട്ടുപേരാ. ഈ യാദവിന്റെ വീട്ടുപേര് 000, വേറൊരുത്തന്റെ 00 അല്ലെങ്കിൽ 0000. ഇതാണ് വീട്ടുപേര്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് ആരോ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഈ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങള്, വീട്ടുപേരിന്റെ ആ കോളത്തില് 0000, ഇതൊക്കെ ഇവിടുത്തെ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം എന്തുവാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ നമ്മുടെ തെരുവുകളില് വീടോ കുടിയോ ഒന്നും ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് വോട്ട് വേണ്ടേ? അവരൊക്കെ വോട്ടവകാശമുള്ളവരല്ലേ? നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർക്കൊരു പങ്ക് വേണ്ടേ? അപ്പൊ അവർക്ക് അങ്ങനെ മേൽവിലാസം ഇല്ലാത്തതുകൊണ്ട്, അവരുടെ അച്ഛനും അമ്മയൊക്കെ ആരെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഇങ്ങനെ ചില തുക്കട വിദ്യകള് ചെയ്തതാണെന്നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഒരു തിരിച്ചറിയൽ കാർഡായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ എന്തായാലും പറയുന്ന ആധാർ കാർഡ്. നമ്മുടെ ഈ ആധാർ കാർഡ് നോക്കിക്കേ. ഏതെങ്കിലും ഒരാളിന്റെ ആധാർ കാർഡില് വീട്ടുപേരിന്റെ സ്ഥാനത്ത് 0000000 അങ്ങനെയുള്ള ചേർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കാർഡിന്റെ ഉടമസ്ഥന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCDEF LKJ KPC ഇങ്ങനെയൊക്കെ ആരും ചേർത്തിട്ടുണ്ടോ? അപ്പൊ ആധാർ കാർഡ് ഇതൊന്നും ഇല്ലാതെ ഇറക്കാമെങ്കിലേ നമ്മുടെ വോട്ടർ പട്ടികയ്ക്ക് അങ്ങനെ ചെയ്തുകൂടെ? വീട്ടുപേരും അച്ഛന്റെ പേരും ഒക്കെ ആയിട്ട് വോട്ടർ പട്ടിക ഇറക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ടേ ഈ കോൺഗ്രസ് ഇല്ലാതായാലേ വളരെ എളുപ്പമല്ലയോ കാര്യങ്ങള്? കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രം പോരാ, നമുക്ക് മല്ലികാർജുന ഖാർഗെ നമുക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. പക്ഷെ മറ്റേ ആ പയ്യൻ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ 55-56 വയസ്സായി, രാഹുൽ ഗാന്ധി. എന്റെ ദൈവമേ, ഇതുപോലൊരു കുഴപ്പക്കാരൻ കൊസ്രാക്കൊള്ളി അല്ലാതെ വേറൊന്നും ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രതിപക്ഷ നേതാവാ, ഉത്തരവാദിത്ത ബോധത്തോട് സംസാരിക്കണ്ടേ? നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ? മോശം പറയാൻ പറ്റുമോ? വോട്ട് കൊള്ളയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരൊറ്റ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക വെച്ച് നടത്തിയ അന്വേഷണം അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ, അതിന്റെ അടിസ്ഥാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ വിരട്ടിക്കളഞ്ഞില്ലേ? ഉത്തരം പറയാനില്ലാതായി പോയില്ലേ? അപ്പൊ ആദ്യം വേണ്ടെന്തോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പാർട്ടിയെ നമുക്ക് എങ്ങനെയും പിടിച്ചകത്തിടണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൗകര്യം പോലെ കാര്യങ്ങൾ നടക്കും. അമിത്ഷാ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗം ഓർമ്മയുണ്ടോ? അതായത് BJP ഒരു 50 കൊല്ലത്തേക്ക് രാജ്യം ഭരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ആലോചിക്കും, ഇതെന്ത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? BJPയുടെ ഇപ്പോഴത്തെ ശക്തിയൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഈ 50 കൊല്ലത്തേക്ക് BJP തന്നെ ഭരണത്തിൽ തുടരും എന്ന് അമിത്ഷാ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് അപ്പോഴേ നമ്മൾ നിരൂപിച്ചതാ. എന്തായിരുന്നു സംഗതി? ഇതായിരുന്നു, വോട്ടർ പട്ടിക അവരുടെ കയ്യിലല്ലയോ നീ. അവിടെ ഇഷ്ടം പോലല്ലേ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നതും ആളുകളെ ഒഴിവാക്കുന്നതും. അപ്പൊ പിന്നെ അവർക്ക് 50 അല്ല, ഈ 50 എന്തുകൊണ്ടാണ് അമിത്ഷാ നിർത്തിയത് എന്ന അത്ഭുതം. ഒരു 60-70 വർഷത്തേക്ക് BJP തന്നെ ഭരിക്കും എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇപ്പോഴത്തെ BJP നേതാക്കളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കാലം, അവരൊക്കെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ആകുന്ന കാലം വരെ BJP ഭരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതാണ് ലക്ഷ്യം. ഈ കേസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഇല്ലാതാക്കണം, രാഹുൽ ഗാന്ധി രംഗത്ത് നിന്ന് ഒഴിവാകണം. ഇനി ഒരു കാര്യം കൂടി ശരിപ്പെടുത്തിയെടുത്താൽ മതി. നമ്മളിപ്പോ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടിരുന്നുണ്ട്, ഭരണഘടനാ ഭേദഗതിയാ. 1 നേഷൻ 1 ഇലക്ഷൻ. നമ്മൾ ഒരു രാജ്യം, ഇവിടെ ഒരു ഇലക്ഷൻ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാല് ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തുക. അതുകൊണ്ട് ചില ചില്ലറ പ്രയോജനങ്ങളൊന്നും അല്ല ഉള്ളത്. അങ്ങനെ വന്നോണ്ടല്ലോ നമ്മുടെ ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തില് പകുതി ജോലി ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരേ പട്ടിക മതി. നമുക്ക് ആവശ്യമുള്ളവരെ തിരികെ കയറ്റി നമുക്ക് ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടിക. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി, ഇരട്ടിപ്പണി വരും. ലോക്സഭയ്ക്ക് ഒരു പട്ടിക, പിന്നീട് നിയമസഭയ്ക്ക് വേറൊരു പട്ടിക, ഓരോ സംസ്ഥാനത്തും ഓരോ സമയത്ത് ഇലക്ഷൻ നടക്കുമ്പോഴത്തെ ഓരോരോ പട്ടിക.
അപ്പൊ അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിഷ്കാരത്തിന് തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത്. 1 നേഷൻ 1 ഇലക്ഷൻ അതുകൂടെ നടന്നു കിട്ടിയാൽ കോൺഗ്രസ് ഇല്ലാതാവണം, രാഹുൽ ഗാന്ധി ഇല്ലാതാവണം, പിന്നെ 1 നേഷൻ 1 ഇലക്ഷൻ അതുകൂടെ നടന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ കൽപ്പാന്ത കാലത്തോളം ഈ രാജ്യം ഭരിക്കാം. കാര്യം എന്തായാലും ഈ രാഹുൽ ഗാന്ധിയെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലൊരു നേതാവ് ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. അയാൾ ഈ വോട്ടറധികാർ യാത്ര എന്നും പറഞ്ഞിട്ടേ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. അദ്ദേഹവും ഈ തേജസ്വി യാദവും യാത്രക്കിടയിൽ വോട്ടവകാശം നഷ്ടപ്പെട്ട ആളുകളെ കാണുന്നു, തൊഴിലാളികളെ കാണുന്നു, കർഷകരെ കാണുന്നു, ചെറുപ്പക്കാരെ കാണുന്നു, വിദ്യാർത്ഥികളെ കാണുന്നു, സ്ത്രീകളെ പ്രത്യേകം കാണുന്നു, അവരുമായിട്ടൊക്കെ സംവദിക്കുന്നു. അത് മാത്രമാണോ, രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് ഓരോ പാടങ്ങളിൽ ഇറങ്ങുന്നു, അവിടെ ഞാറ് നടന്നു, തൊഴിൽശാലകൾ സന്ദർശിക്കുന്നു, അവിടുത്തെ പണിക്കാരുടെ കൂടെ അവർ ചെയ്യുന്ന ജോലികളിൽ ഭാഗവാക്കാവുന്നു. അങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടാ ബീഹാറിന്റെ മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ വികാരമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ബീഹാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്, കാസ്റ്റാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് വിജയവും ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ സ്ഥാനത്തേക്ക്, ഈ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട്. 100% ആ ലക്ഷ്യത്തിലെത്തിയെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോഴവര് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ പവിത്രമായ വോട്ടവകാശം പോലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയം അവരിൽ ഉണ്ടായിരിക്കുക. ബീഹാറിലെ ഗ്രാമീണരൊന്നും വലിയ ധനികരൊന്നുമല്ല. കൊച്ചു കൊച്ചു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ, കൃഷിക്കാര്, കർഷക തൊഴിലാളികള്, അത്യാവശ്യം ഒരു ഇടത്തരം കർഷകര്, അങ്ങനെയുള്ള ആളുകളാ. അവര് വലിയ സമ്പന്നന്മാരൊന്നുമല്ല. അവര് അദാനിയെ പോലും അംബാനിയെ പോലും ഒന്നും പണമുള്ളവരൊന്നുമല്ല. അവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ മോഡി സർക്കാർ സംരക്ഷിക്കുന്ന അവരുടെ താല്പര്യങ്ങൾ അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ താല്പര്യങ്ങളാണെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. പക്ഷെ അവര് വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നതാണ് ഈ വോട്ടവകാശം. അത് തട്ടിയെടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക, വോട്ട് കൊള്ള ചെയ്യുമോ, വോട്ട് മോഷ്ടിക്കുമോ, ആ ഒരു ചിന്ത ഇപ്പോഴ് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിരിക്കുക. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ജാതി രാഷ്ട്രീയത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടതൊന്നും പറയുന്നില്ല, അത് കുറെ സമയമെടുക്കും. പക്ഷെ ആ സ്ഥാനത്തേക്ക് നമ്മുടെ വോട്ടവകാശത്തെ കുറിച്ചുള്ള, നമ്മുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം, തോന്നൽ, അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ വോട്ടർ അധികാർ യാത്ര ഉണ്ടാക്കിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ 65 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അതിൽ ബഹുഭൂരിപക്ഷവും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാ. ദളിതര്, യാദവര്, മുസ്ലിങ്ങള്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകള്, ഇവരുടെയൊക്കെയാ. അവരുടെ വോട്ടാ പോകുന്നത്. അവർക്ക് ആകെ കൂടെ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അഭിമാനിക്കാൻ, അല്ലെങ്കിൽ നമ്മുടേത് എന്ന് പറയാൻ വിലപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ വോട്ടവകാശമാണ്. അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കൂടുതലായിട്ട് പോയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാ. അതിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ വോട്ടർ അധികാർ യാത്ര കൊണ്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം അതാണ്. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2-3 മാസത്തിനകം ഈ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJPക്കും JDUവിനും വലിയ ഭീതി അല്ലെങ്കിൽ പേടി ഈ വോട്ടധികാർ യാത്രയെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസും വൈദ്യുതി നിഷേധിക്കുന്നതും ഒക്കെ അതിന്റെ ഒരു തെളിവുകളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ഗുണപരമായ മാറ്റം ഉണ്ടാക്കും ഈ യാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമായി കൂടുന്നുമില്ല. അതായത് ബീഹാറിലെ ഈ അടിസ്ഥാന ഘടകമായി ജാതി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കുറയുകയും അവിടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധം സാധാരണ ജനങ്ങളിൽ വളർന്നു വരികയും ചെയ്താൽ സംശയിക്കേണ്ട, ബീഹാറിലെ രാഷ്ട്രീയത്തിലെ കാതലായ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിനിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് ചില മാധ്യമങ്ങൾ അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവന്നതാണ്. അത് ഇന്നലെ രാഹുൽ ഗാന്ധി എക്സിൽ അതൊരു പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതായത് ഗുജറാത്ത് സംസ്ഥാനത്ത് ആളുകൾക്കറിയാത്ത, വളരെ അൺനോൺ ആയിട്ടുള്ള, അജ്ഞാതരായ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 2019-20 മുതൽ 2003-24 വരെയുള്ള കാലഘട്ടത്തിൽ ഈ 10 രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട് 4300 കോടി രൂപ, ലക്ഷമൊന്നുമല്ല, 4300 കോടി രൂപ അവർക്ക് സംഭാവനയായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസിനോ BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ 10 പാർട്ടികൾ എന്ന് പറയുന്നത് ജനങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പാർട്ടികളാ. അത് മാത്രമല്ല, 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് 2019, 2014 ലോക്സഭ, 2022 നിയമസഭ, ഗുജറാത്തിലെ കാര്യമാണ്, ഈ പാർട്ടികളാകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 നിയമസഭയും 1 ലോക്സഭയും ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളാണ്. അവർക്ക് ലഭിച്ചത്, ഈ 10 പാർട്ടികൾക്കും കൂടി അവർക്ക് കിട്ടിയത് 54,069 വോട്ടാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളായിട്ട് കിട്ടിയ വോട്ടിന്റെ കണക്കാ ഈ പറയുന്നത്. പക്ഷേ ഈ കണക്കിന്റെ മറ്റ് രസകരമായ ഒരു വശം എന്ന് പറയുന്നത്, ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവഴിച്ചതായിട്ട് അവരുടെ കണക്കിൽ പറയുന്നത് 39.02 ലക്ഷം രൂപ, കോടിയല്ല, മറ്റേ 4300 കോടി രൂപ സംഭാവന. അവർ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചത് 39.02 ലക്ഷം രൂപ. അതേസമയം അവരുടെ പാർട്ടികളുടെ ഓഡിറ്റ് അനുസരിച്ച് 3500 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന ഈ പാർട്ടികൾ. ആലോചിച്ച് നോക്കിയും. ഇനി ആ പാർട്ടികളുടെ പേര് പറയുമ്പോഴേ, കേൾക്കുമ്പോഴേ സംഗതി കൂടുതൽ കൗതുകരമായിട്ട് തോന്നും. ഒന്ന്, ലോക് ശാഹി സത്താ പാർട്ടി. ലോക് ശാഹി സത്താ പാർട്ടി 1045 കോടി രൂപ. ഭാരതീയ നാഷണൽ ദൾ 962 കോടി രൂപ. സ്വതന്ത്ര അഭിവ്യക്തി പാർട്ടി 663 കോടി രൂപ. ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന് നോക്കിയിട്ടുണ്ട്, ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി 608 കോടി രൂപ. സത്യവതി രക്ഷക് പാർട്ടി 416 കോടി രൂപ. ഭാരതീയ ജൻ പരിഷത്ത് 249 കോടി രൂപ. സൗരാഷ്ട്ര ജനതാ പക്ഷ് 200 കോടി രൂപ. ജൻമൻ പാർട്ടി 133 കോടി രൂപ. മാനവാധികാർ നാഷണൽ പാർട്ടി 120 കോടി രൂപ. ഗരീബ് കല്യാൺ പാർട്ടി 138 കോടി രൂപ. അങ്ങനെ 4300 കോടി രൂപ. ഈ പണം എവിടുന്നാ വന്നത്? ഇതാരാ ചെലവഴിച്ചത്? എവിടേക്കാണ് ഈ പണം പോയത്? പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അവർ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു തുകയാണ്. അതായത് 39.02 ലക്ഷം രൂപയാ. മൊത്തം വന്നത് 4300 കോടി രൂപ. അപ്പൊ ഈ പണം ബാക്കി എവിടോട്ട് പോയി? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കന്മാരാരാ? ആരാ ഇതിനെ നയിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കുമോ? അപ്പൊ അവിടെ രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കുന്നുണ്ട്. നേരത്തെ ഈ വോട്ട് കൊള്ളയെക്കുറിച്ച് ചോദിച്ചപ്പോ അല്ലെങ്കിൽ പറഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷൻ എന്തോ പറഞ്ഞത്? സത്യവാങ്മൂലം ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ട് പരാതി പറയാനാ. ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ലതും വേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ വോട്ട് കൊള്ളയടിക്കുന്നു, മോഷ്ടിക്കുന്നു, വോട്ട് മോഷണം, അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടു നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെളിവ് സഹിതമായി പറയുന്നത്, വെറുതെ പറയുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ 10 അറിയപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് 4300 കോടി രൂപ എവിടെ നിന്ന് വന്നു? ചെറിയ തുകയാണോ ഈ 4300 കോടി രൂപ? അത് എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു? ആര് തന്നു? ആര് കൊടുത്തു? ആര് ചെലവഴിച്ചു? ആരാണ് ഈ പാർട്ടിയുടെ നേതാക്കള്? ഉത്തരം പറയണ്ടേ? അന്വേഷിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയല്ലയോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലയോ? ഒരുപക്ഷെ ഇതൊരു വലിയ കൊള്ളയുടെ ഒരു ഭാഗമാണ്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയില്ലേ, മഞ്ഞുമലയുടെ ഒരറ്റം. അപ്പൊ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഇത് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണെന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഗുജറാത്തിൽ നടക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ അങ്ങേയറ്റം അഴിമതി ജടിലമായിട്ട് മാറിയിരിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അതിനെ ശുദ്ധീകരിക്കാൻ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിന് അതിനുള്ളൊരു ശ്രമമാണ് ഈ വോട്ടർ അധികാര യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെയും കൂടെ ആവശ്യമാണ്. സത്യം പറഞ്ഞാല് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ കേസ്, കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്നുള്ള കേസ്,
ആ കേസ് കൊടുത്ത മഹാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ സൽകീർത്തി തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം, കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന്, 2024 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടർ പട്ടിക അത് തരാമോ? 15 മിനിറ്റ് മതി സകല തട്ടിപ്പുകളും കണ്ടെത്താൻ. അതുപോലെ തന്നെ അന്നത്തെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം കഴിഞ്ഞ 6 മണിക്ക് ശേഷം 8% വരെ മഹാരാഷ്ട്രയിൽ പോളിംഗ് വർധനമുണ്ടായെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ തരുമോ? അതൊക്കെ പോയി എന്നാണ് പറയുന്നത്, അപ്രത്യക്ഷമായി. 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചേക്കത്തില്ലെന്ന്. ഈ ചോദ്യങ്ങൾക്കാണ് സത്യത്തിൽ ഇന്നിപ്പോൾ മറുപടി വേണ്ടത്. രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി ഈ ചോദ്യങ്ങൾക്കുള്ളതാണ്.